Hi viewers, welcome back to Shanas Spices. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് മൂടി പത്തിൽ അല്ലെങ്കിൽ മൂടി പത്തിരി. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സൈസ് പത്തിരിയാണ്. ശരിക്കുള്ള പത്തിരി അല്ലെങ്കിൽ നൈസ് പത്തിരി ഉണ്ടാക്കാൻ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. പൊടി വറുക്കണം, ആട്ടണം, അത് കുഴയ്ക്കണം, ഉണ്ടൊറ്റണം, പ്രസ് ചെയ്യണം, പരത്തണം, ചുടണം. ഇത് ഒരുപാട് സ്റ്റെപ്സാണ്. ചിലർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പത്തിരിയുടെ സിംപ്ലിഫൈഡ് വേർഷൻസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് മൂടി പത്തിൽ. പച്ചരി 3 മണിക്കൂറോളം വെള്ളത്തിൽ സോക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനു വേണ്ടി 3 കപ്പ് പച്ചരി എടുത്ത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് എന്നിട്ട് വെള്ളം ഒഴിച്ച് 3-4 മണിക്കൂർ സോക്കിയത് വെച്ചിരുന്നു. ഇത് മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ബാച്ചസ് ആയിട്ടാണ് അരയ്ക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് ചോറ്, കുക്ക് ചെയ്ത ചോറ്, ഏതെങ്കിലും ചോറ്, ഞാനിവിടെ പൊന്നിയരിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്. ഇതാണ് അതിൻ്റെ ഒരു റേഷ്യോ. 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ ചിരവിയത്. ഇത് ഞാൻ ബാച്ചസ് ആയിട്ട് സോക്ക് ചെയ്യാൻ യൂസ് ചെയ്ത വെള്ളം ആവശ്യത്തിനൊഴിച്ച് അരച്ച് എടുക്കുകയാണ് മിക്സിയിൽ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, മിക്സിയിൽ തന്നെ പാകമാക്കാൻ പറ്റിയതാണ്. വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം. ഒരു ദോശമാവ് പോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ പറ്റണ അത്ര നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ നോക്കണം. മുഴുവൻ മിക്സിയിലിട്ട് അരച്ച് റെഡിയാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കണം. ഒരു സ്പാച്ചിൽ വെച്ച് സൈഡിൽ നിന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ഇത് തുറന്ന് വെച്ച് നമുക്ക് കണ്ടുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം പതുക്കെ ഒഴിച്ച് കറക്റ്റ് പാകത്തിന് കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല, മിക്സിയിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ ആവാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കോരി ഒഴിക്കുമ്പോഴേ അതിൻ്റെ പാകം മനസ്സിലാവും. ദോശമാവ് പോലെ ആക്കിയിരിക്കണം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദോശക്കല്ല് ഞാൻ വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതല്ല, ഇതൊരു പഴയതാണ്. ഇതുമില്ല ഞാൻ ഇതുപോലത്തെ ഓരോ പത്തിൽ വിഭവങ്ങൾ, അതുപോലെ പൊറോട്ട, അങ്ങനത്തെ ഒക്കെ ഐറ്റംസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്ത് ആദ്യത്തെ ദോശ ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് തുടച്ച് കളഞ്ഞതിന് ശേഷം കല്ല് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ദോശയ്ക്ക് ഒഴിക്കണ പോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശ പരത്തണ പോലെ തന്നെ പരത്തി കൊടുക്കാം. അപ്പോൾ ഈ പത്തിരി എങ്ങനെയാണ് മൂടി പത്തിരി ആവണത്? ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പാകത്തിനുള്ള സൈസിലുള്ള ഒരു മൂടി വേണം. സൈഡ് നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന മൂടി ഇതുപോലെ. ഇത് വെച്ചിട്ട് മൂടി വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ബാക്കി കുക്ക് ചെയ്യാനുള്ളത്. ഒരു 2.5 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ, ഏകദേശം 2.5 മിനിറ്റ് വേണം. അപ്പോൾ ചിലർ ഇതിൻ്റെ ചുറ്റും പകുതി ആവുമ്പോൾ കുറച്ച് നെയ്യ് പറ്റി കൊടുക്കും സൈഡിൽ. കൂടുതലൊരു ദോശ പോലെയാണ് ആവുന്നത്. എനിക്ക് കൂടുതൽ താല്പര്യം നെയ്യ് ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കാനാണ്. പിന്നെ കൂടുതൽ നേരം ഇട്ടാൽ സൈഡും ഇതുപോലെ ക്രിസ്പാവും നെയ്യ് ഇട്ടിട്ട്. പക്ഷേ ഈ പത്തിരിക്ക് സോഫ്റ്റായി നല്ല മയമാവണതാണ് നല്ലത്, ക്രിസ്പ് ആവണേക്കാളും. അപ്പോൾ ഇനി ഞാൻ നെയ്യ് ഇടുന്നില്ല, അത് വെറുതെ കാണിച്ചതാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഓരോ പത്തിലും ഇതുപോലെ ഇട്ടിട്ട് ഒരു 2.5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. അത് 2-3 കഴിയുമ്പോൾ പിന്നത്തത് ഒന്നും കൂടി നന്നായി തുടങ്ങും. ആദ്യത്തത് ചുടുമ്പോഴായിരിക്കും ചിലപ്പോൾ കുറച്ച് ഹാർഡായിട്ടൊക്കെ തോന്നണത്. പിന്നെ ഓരോ പ്രാവശ്യം ഞാൻ ഓയിൽ പരട്ടണില്ല. ആദ്യത്തെ ആ ഒരു പ്രാവശ്യം മാത്രം ദോശക്കല്ലിൽ ഇത്തിരി എണ്ണ തടവി കൊടുത്തുള്ളൂ. ഇതേപോലെ ദോശ പരത്തണ പോലെ തന്നെ ചുറ്റി പരത്തണ പോലെ തന്നെ മൂടി വെച്ച് ഒരു 2-2.5 മിനിറ്റ്. ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സമയം പാകം മനസ്സിലാവും. ഓരോ ബേണർ സൈസ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. റെഡി ആയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പൊങ്ങി വരും. നമ്മൾ ഈ തവ കൊണ്ട് പൊക്കി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല. അപ്പോൾ നല്ല മൂടി പത്തിരി ആണെങ്കിൽ അത് നല്ല തളർന്ന്
എടുക്കും, സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പത്തിരി, ദോശ, അപ്പം ഇതൊക്കെ കലർന്ന് കൂടിയ ഒരു സാധനമാണ്. എന്തായാലും ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമുള്ളപ്പോൾ ഒരു നല്ലൊരു ഐറ്റമാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ നൈസ് പത്തിരി അല്ലെങ്കിൽ ശരിക്കുള്ള മലബാർ പത്തിരി, അതിൻ്റെ രുചിയും അതിൻ്റെ ഇതൊക്കെ വേറെയാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ബുദ്ധിമുട്ടണം. ഇതൊരു സിമ്പിൾ ഐറ്റമാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇടയ്ക്ക് ഒരു ചേഞ്ചിന് ഇതൊരു ബീഫ് വരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ ഉലർത്ത് അല്ലെങ്കിൽ മുട്ടക്കറി വെച്ച് കൂട്ടി കഴിക്കാൻ നല്ലൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത്രയും അളവ് വെച്ചിട്ട് നമുക്കൊരു 20 മൂടി പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല മുട്ടക്കറി, ബീഫ് ഉലർത്ത് അല്ലെങ്കിൽ ചിക്കൻ ഉലർത്ത് മീറ്റൊക്കെ നല്ല ടേസ്റ്റാണ്. കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് കഴിച്ചാൽ നല്ല സോഫ്റ്റാണ്. അത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിച്ചു നോക്ക്. നെയ്യ് ഇടാത്തതാണ് എനിക്കിഷ്ടം. നെയ്യ് ആഡ് ചെയ്തിട്ട് ചൂടാൻ ഇഷ്ടമുള്ളവർ അങ്ങനെയും ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി സിമ്പിളല്ലേ? ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് കറക്റ്റാണോ നോക്കുക. യൂട്യൂബിൽ കിടക്കുന്നത്, എന്നിട്ട് ഷനാസ് സ്പൈസസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബെല്ലൈക്കോൺ കാണും, ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് ഫോണിലെ സെറ്റിങ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ സെറ്റിങ്സിൻ്റെ അടിയിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, അതിൻ്റെ അടിയിൽ നോട്ടിഫിക്കേഷൻസ്, ഇതിൻ്റെ ഉള്ളിൽ യൂട്യൂബ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കിയിടണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഐഫോൺ സെറ്റിങ്സിൻ്റെ അടിയിൽ നോട്ടിഫിക്കേഷൻസ്, അതിൽ യൂട്യൂബ്, എന്നിട്ട് അലൗ നോട്ടിഫിക്കേഷൻസ് ഓൺ ആയിരിക്കണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇതൊന്ന് ചെക്ക് ചെയ്തേക്ക്. കാരണം കുറേ പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻസ് കിട്ടണില്ല. അവർക്ക് വേണ്ടി ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.